الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഒഴുകി വന്ന അനേകായിരങ്ങൾ ലോകത്തിൻ്റെ പരിച്ഛേദമായിക്കൊണ്ട് ആ പുണ്യഭൂമിയിൽ ഒത്തുകൂടി പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ അവസാന ചടങ്ങുകൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ്. ഇന്നലെ അറഫ സംഗമവും കഴിഞ്ഞ് രാത്രി മുസ്ദലിഫയിൽ രാപ്പാർത്ത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ സഹോദരങ്ങൾ മിനായിലേക്ക് കടന്നു വരികയാണ്. അവിടെ വന്നുകൊണ്ട്
നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കല്ലേറ് ചടങ്ങാണ്. കല്ലെറിയുക, 7 പ്രാവശ്യം കല്ല് ഏറ് കർമ്മം നടത്തണം. ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക, അതേപോലെ തന്നെ 3 ദിവസം അത് ആവർത്തിക്കുക എന്നുള്ളത്. ആ കല്ലേറ് കർമ്മം നിർവഹിച്ചുകൊണ്ട് പിന്നീട് ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചാൽ അവർ ബലികർമ്മവും നിർവഹിച്ച് സഅയും നടത്തി കഅബയിലേക്ക് വന്ന് തവാഫുൽ ഇഫാളയും നടത്തി പിന്നീട് ആ സഅയും നടത്തിക്കൊണ്ട് തല മുണ്ടനം ചെയ്യുകയോ അല്ലെങ്കിൽ മുടി വെട്ടുകയോ ചെയ്യുക എന്നുള്ളത്. തല മുണ്ടനം ചെയ്തവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പ്രാർത്ഥിച്ചതായിട്ടും തല മുടി വെട്ടിയവർക്ക് 1 തവണ പ്രാർത്ഥിച്ചതായിട്ടും ഒക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ സഹോദരങ്ങൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹജ്ജ് കർമ്മത്തെ എല്ലാ വിധത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജിൽ വരുന്ന പോരായ്മകളും കുറവുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും അവരിൽ നിന്നും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവരെ പരിപൂർണമായി പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി സ്വർഗം നേടുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ദുൽഹജ്ജ് 9 ദുൽഹജ്ജ് 9ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൗമു അറഫയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഇന്നലെയാണല്ലോ അറഫ, ഇന്നെങ്ങനെ അറഫയാകും? അതാത് നാടുകളിൽ ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് അറഫ ദിവസം അറഫ നോമ്പും എന്ന് പറയുന്നത്. നമ്മുടെ നാടുമായിട്ട് ദൂരെ വളരെ അകലെ നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. പ്രാദേശികമായി നമുക്ക് സമയ വ്യത്യാസങ്ങളുണ്ട്, ഉദയാസ്തമയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാടിൻ്റെ രീതിക്കനുസരിച്ചാണ് നമ്മൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. നമ്മളുടെ ഓരോ ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അവിടുത്തെ സമയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരും നിർവഹിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് അറഫ. അതുകൊണ്ട് ഇന്നലെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനുമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രായോഗികമായ മതമാണ്. എല്ലാവർക്കും അത് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം എന്താണ്, നോമ്പ് തുറക്കണമെങ്കിൽ സൂര്യൻ അസ്തമിക്കുക എന്നുള്ള ഒരു കണക്കാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ അസ്തമിക്കാത്ത രാജ്യങ്ങളിൽ എന്തു ചെയ്യും? അവരെ നോമ്പ് തുറക്കണ്ടേ? അത് നോമ്പ് പിടിക്കണ്ടേ? അവർക്ക് നോമ്പില്ലേ? ഉണ്ട്. എങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് മസ്അല രൂപപ്പെടുത്തിയിട്ടുള്ളത്? തൊട്ടടുത്ത പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കി അവരെപ്പോഴാണോ നോമ്പ് മുറിക്കുന്നത്, അവരെപ്പോഴാണ് നോമ്പ് തുറക്കുന്നത്, ആ സമയം കണക്കാക്കി അവർ നോമ്പ് തുറക്കട്ടെ എന്ന്. ഉണ്ടോ? എത്ര വിശാലമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പം അതാണ് ഇസ്ലാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് ദുൽഹജ്ജ് 9. ആ ദുൽഹജ്ജ് 9ന്റെ എല്ലാ ശ്രേഷ്ഠതയും ഒന്നും നഷ്ടപ്പെടാതെ നമുക്കത് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ആ ദിവസം ഈ യൗമു അറഫയെ സംബന്ധിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിസ്സാരമായ ഒരു ദിനമല്ല യൗമു അറഫ എന്ന് പറയും. ഈ ദിവസവും സമയവും എല്ലാം ഒരേപോലെ പറയുന്നത് ഈ ദിവസത്തെ സംബന്ധിച്ചാണ് യൗമു അറഫ എന്ന് പറയുന്നത്. ഈ 9 ദുൽഹജ്ജ് 9 യൗമു അറഫ എന്ന ദിവസം കൂടി അത് കണക്കാക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ദിവസമാണ്.
ഈ യൗമു അറഫ എന്ന് പറയുന്നു. യൗമു അറഫയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത് മാമിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി യൗമി അറഫ. അള്ളാഹുവിന്റെ അടുക്കൽ അറഫ ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ വേറെ ദിനങ്ങളിൽ. നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെ വെള്ളിയാഴ്ച എന്താണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഈ യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ് എന്ന്. എന്നാൽ ദിനങ്ങളിൽ വെച്ച് വർഷത്തിൽ കടന്നു വരുന്ന ദിനങ്ങൾ, ആ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് ഈ അറഫ ദിവസമാണ് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരിക. അതേപോലെ അറഫ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചത് ഈ മനുഷ്യന്റെ മുതുകിൽ നിന്ന് അതിൻ്റെ ആത്മാവിനെ കൊണ്ടുവന്ന് എല്ലാവരെയും ഹാജരാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അതെ, ബല, എന്താണ് ഷഹീദിന, ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ അറഫയിൽ വെച്ചാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ അറഫയിൽ വെച്ചാണ് എന്ന്. അപ്പോൾ അറഫയ്ക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞു വസമായി ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. മശ്ഹൂദ് എന്ന് പറഞ്ഞത് ഈ സാക്ഷ്യം വഹിച്ച ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അറഫയെ വെച്ച് നോക്കിയാൽ, അറഫയുടെ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് സവിശേഷതകളുണ്ട് എന്ന് കാണാം. ഈ ഹജ്ജിന് വിളംബരം ചെയ്തുകൊണ്ട്, ഈ കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ അലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന് വിളംബരം ചെയ്യുക ഇബ്രാഹിമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഹജ്ജിന് വിളംബരം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഹജ്ജ് എങ്ങനെയായിരിക്കണം? ആ ഹജ്ജിന്റെ രൂപം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അറഫയുടെ അർത്ഥം ഇങ്ങനെയും ഒരർത്ഥമുണ്ട്. അറഫ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ള ഒരർത്ഥവും അറഫാക്കുണ്ട്. തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നുള്ള ഒരർത്ഥവുമുണ്ട്. അപ്പോൾ ഇങ്ങനെ അറഫ ദിവസം, ആ ഒരു ദിനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് നമുക്ക് ഈ ദിനത്തിൽ, നമ്മളൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്, അത് മാത്രം പോരാ, ദിക്റുകൾ ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വതഹ്മീദി വതക്ബീർ. ഈ ദിനത്തിൽ നിങ്ങൾ ധാരാളം തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദിക്റുകൾ ചൊല്ലണം, ദിക്റുകൾ ആരംഭിക്കണം, തക്ബീറുകൾ ഉച്ചത്തിൽ എന്ത് ചെയ്യണം, പറയണം. പുരുഷന്മാർ ഉച്ചത്തിൽ, സ്ത്രീകൾ പതുക്കെ. സഹാബിമാർ അവരുടെ ജീവിതത്തിൽ ഈ ആദ്യത്തെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങൾ 1 മുതൽ തന്നെ തക്ബീറുകൾ ആരംഭിച്ചതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബിമാർ അങ്ങാടിയിലേക്ക് ചെല്ലുകയും അവിടെ ചെന്നുകൊണ്ട് ഉച്ചത്തിൽ തക്ബീർ മുഴക്കുകയും ആ തക്ബീർ അത് കേട്ട ആളുകൾ ഏറ്റുചൊല്ലുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നതായിട്ട്
ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തക്ബീറുകളും തഹ്മീദുകളും ഒക്കെ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ കർമ്മങ്ങളൊക്കെ സാധ്യമാകുന്ന തരത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, അടുത്ത ദുൽഹജ്ജ് മാസത്തിൽ നമ്മളുടെ കൂട്ടത്തിൽ ആരൊക്കെ ജീവിച്ചിരിക്കും നമുക്ക് ഉറപ്പില്ല. കഴിഞ്ഞ ദുൽഹജ്ജിൽ ജീവിച്ചിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. പലരെയും ഓർമ്മ വരുന്നുണ്ട്. നമ്മളോടൊപ്പം കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഒരുമിച്ച് തുറന്നിരുന്ന ആളുകൾ ഇന്ന് ഖബറിലാണ്. അതിന് തൊട്ടു മുമ്പ് നമ്മുടെ 2-3 സഹോദരങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പല സഹോദരങ്ങളും അള്ളാഹുവിന്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആ നമുക്ക് ഉറപ്പില്ലാത്ത ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്ന സമയങ്ങൾ അത് പാഴാക്കാതെ നമ്മൾ പരമാവധി അധ്വാനിക്കുക. ആ കാര്യത്തിൽ എന്ത് ചെയ്യുക, ആ കാര്യത്തിൽ കഴിവിൻ്റെ പരമാവധി ജിഹാദ് ചെയ്യുക. ചില ഹദീസുകളിലൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചില സഹാബിമാരൊക്കെ ഈ ദിനങ്ങൾ വരുമ്പോൾ ജിഹാദ് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വാളുമെടുത്തുകൊണ്ട് ഓടിയെന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് അങ്ങേയറ്റത്തെ പരിശ്രമം, അങ്ങേയറ്റത്തെ അതിനു വേണ്ടിയുള്ള ത്യാഗം അത് അവർ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ്. അത് ഈ അറഫ ദിവസത്തെ സംബന്ധിച്ച് അറഫ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ അറഫ ദിവസം നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മോചിപ്പിക്കുന്ന വേറൊരു ദിനവും ഇല്ല എന്നുള്ളതാണ്. അത്രമാത്രം ഇതുണ്ട്, പ്രത്യേകതയുണ്ട് ഈ ദിനത്തിൽ, അറഫ ദിവസത്തിൽ, ഈ ദുൽഹജ്ജ് 9 അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഖൈറു ദുആഇ യൗമു അറഫ, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്ന് പറയുന്നത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. നമുക്കും ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ അറഫയിൽ എത്തിച്ചേരാൻ നമുക്ക് ശേഷിയില്ല, നമുക്കതിനുള്ള സമയമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ആ ഒരു സ്ഥലത്ത് എത്താനും ആ പുണ്യഭൂമിയിൽ ചവിട്ടാനും അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദുആ കേൾക്കുന്നവനും സ്വീകരിക്കുന്നവനും ഒക്കെ അള്ളാഹുവാണ്. അപ്പോ ആ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം, പ്രാർത്ഥിക്കണം റബ്ബിനോട്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം, അങ്ങനെ ഓരോ നമ്മുടെ മക്കൾ, സന്താനങ്ങൾ, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം ഈ ദിനത്തിൽ. അപ്പോൾ ഒരുപാട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ചോദിക്കാത്തവരോട് അള്ളാഹുവിന് കോപമാണ്, അഹങ്കാരമാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നല്ലോ, എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവനെ നിന്ദ്യനായിക്കൊണ്ട് നാം നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന്. അതേപോലെ തന്നെ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെന്ന് എൻ്റെ റബ്ബ് പരിഗണിക്കുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. സാധാരണ എന്താണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്, ചില പ്രത്യേകമായ സമയങ്ങളിൽ ഒക്കെ ഇങ്ങനെ കൂട്ടപ്രാർത്ഥനയൊക്കെ നടത്തുന്നതായി കാണാം. ഇല്ലാത്തത് പ്രാർത്ഥിക്കാൻ ആളുകൾക്ക് വളരെ ഉത്സാഹമാണ്, എന്നാൽ ഉള്ളത് ചെയ്യാൻ ആളുകൾക്ക് മടിയുമാണ്. അതാണ് അവസ്ഥ.
ഇപ്പൊ മയ്യത്ത് ഇറക്കി വെച്ചിട്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഒരു യാസീനും ഒരു അൽഫാത്തിഹായും പിന്നെ ഒരു ദുആയും, നീണ്ട ദുആയും ഒക്കെ നടത്തുന്നതായിട്ട് കാണാം. അതില്ലെങ്കിൽ പിന്നെ അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് സംഭവിച്ചു എന്ന ഒരു അവസ്ഥയാണ്, മാനസികമായ ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ ഉണ്ടാവുക. അതിന് പിന്നെ കാത്തിരിക്കുകയാണ്, ആ ഉസ്താദ് വരും, ഉസ്താദ് വരും, ഉസ്താദ് വരട്ടെ, ഉസ്താദ് വരട്ടെ. മയ്യത്തെടുക്കാൻ ആര് പറഞ്ഞു ഉസ്താദ് വരണമെന്ന്? അവിടെ മയ്യത്ത് കഫൻ ചെയ്യുക, പിന്നെ നിസ്കരിക്കുക, മറവ് ചെയ്യുക, ഇത്രയാണ് അതിൻ്റെ അവിടെ ഉള്ളത്. നിസ്കരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അത് ചെയ്യാതെ എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് വളരെ താല്പര്യം. ദീൻ എന്തു പറഞ്ഞു പഠിപ്പിച്ചോ അത് അതിൻ്റെ രൂപത്തിൽ ചെയ്യാതെ അത് അവതാളത്തിലാക്കിക്കൊണ്ട് അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചെയ്യാൻ പഠിപ്പിച്ചത് അത് ചെയ്യാതെ ആളുകൾ തോന്നിയതുപോലെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ചില ആളുകൾക്ക് അതിന് സമൂഹത്തിലെ പ്രധാനിയാണെങ്കിൽ പലരും വരും, പുറത്തു നിന്നൊക്കെ പല ആളുകളും, അതിലിപ്പോൾ പിന്നെ പേരെടുത്ത ഉസ്താദും പിന്നെ ആ ഉസ്താദും ഈ ഉസ്താദും എല്ലാം വന്നിട്ട് ഓരോ പിന്നെ ദുആയാണ്. അവരെല്ലാവരും വന്നിട്ട് ഓരോ ദുആ അവരുടെ വകയായിട്ട് പ്രത്യേകം ദുആകളാണ്. നമ്മൾ കാണുന്നതാണ്, എന്തോ വലിയ കാര്യം പോലെയാണ്. ദുആ ചെയ്യണം, അത് ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്യണം. ഏറ്റവും വലിയ ദുആ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിലാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദി വനഖിഹി എന്ന് പറഞ്ഞ അങ്ങനെ ഉള്ള ഒരു നീണ്ട ദുആ അവിടെ ഉണ്ട്, അവിടെ നടക്കുന്നുണ്ട്. എന്നാലും ആളുകൾക്ക് തൃപ്തിയില്ല, ഇത് വേണം. ഇതിങ്ങനെ സ്ഥിരം പരിചയിച്ച് അതൊരു സ്ഥിരമായ അത് ഉറപ്പിച്ചു. ഇതാണ് യഥാർത്ഥ ദീനെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പൊ അതാണ് അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയം എന്ന് പറയുന്നത് ദുആഇന്റെ നേരം കൂടിയാണ്. ഇവിടെ ഇപ്പോഴാണ് ദുആ ചെയ്യേണ്ടത്, ഈ സന്ദർഭത്തിലാണ്, ഈ യൗമു അറഫയിലാണ്. അള്ളാഹു ഏറ്റവും അടുത്തു വരുന്ന സമയമാണ് യൗമു അറഫയിൽ. ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഏറ്റവും അടുത്ത സമയത്തേക്ക്, ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പോ ആ സമയത്ത് ഇതാ ചോദിക്കുക എന്നുള്ളത് അവിടെ എന്താണ്? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ദരിദ്രന്മാരാണ്. അൻതും ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളൊക്കെ ദരിദ്രന്മാരാണ് എന്ന് പറഞ്ഞാൽ വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സമ്പന്നനാണ്, അല്ലാഹു ഗനിയാണ്, എല്ലാം അവന്റെ അടുക്കലുണ്ട്, എല്ലാം ഉണ്ട്. നാം എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് എന്താണ് ആവശ്യമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ തയ്യാറാണ്. ഒരു കാര്യം, പ്രാർത്ഥന ഉണ്ടാവണം, പ്രാർത്ഥിക്കണം. അതല്ലാതെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുകയല്ല വേണ്ടത്. അവിടെ നിസ്കാരം കഴിഞ്ഞ് എന്താണ് ചെയ്യാൻ പഠിപ്പിച്ചത്? അത് ഇരുന്ന് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അത്യാവശ്യമുള്ളവർ പോയിട്ട് അതൊരു സ്ഥിരം അത്യാവശ്യമാക്കി മാറ്റരുത്. എല്ലാം ദിവസവും അങ്ങനെ അത്യാവശ്യമാക്കി അത് മാറ്റാനും പാടില്ല. ഇങ്ങനെ അത് ഒഴിവാക്കാൻ പാടില്ല. പ്രാർത്ഥന ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പാടുള്ളതല്ല. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ അറഫ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെ പൂർത്തീകരിച്ച ദിവസമാണ് ഇന്ന്. ഇസ്ലാം മതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, തൃപ്തിപ്പെട്ട് നൽകിയ, അനുഗ്രഹിച്ച് നൽകിയ ഒരു ദിവസമാണ് ഈ യൗമു അറഫ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണത്. അറഫയിൽ നിൽക്കുമ്പോൾ തൻ്റെ കസ്വായ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ്.
അഭിസംബോധന ചെയ്യുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നലെ നമിറ പള്ളിയിൽ, അറഫയിലെ നമിറ പള്ളിയിൽ നിന്നും നാം കേട്ടത്. 35 ഭാഷകളിലായിക്കൊണ്ട് ആ 100 കോടി ജനങ്ങൾ ആ പ്രഭാഷണം കേട്ടതാണ്. പ്രവാചകന്റെ അറഫ പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണത്. എല്ലാ വർഷവും അത് ഇങ്ങനെ തുടർച്ചയായിട്ട് വരികയാണ്. ആ പ്രസംഗത്തിന് ശേഷമാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു വന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പരിപൂർണമാക്കി നൽകിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം മതത്തെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു എന്നായത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിക്കുന്നതായിട്ടാണ് അവർക്ക് അത് മനസ്സിലാക്കിയത്. പ്രവാചകൻ വിട പറയാൻ പോകുന്നു എന്ന ഒരു സൂചന ആ ആയത്തിലൂടെ അവർക്ക് മനസ്സിലായി എന്നാണ്. അതിനുശേഷം പ്രവാചകൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഏതാണ്ട് 81 ദിവസം പ്രവാചകൻ അതിനുശേഷം ജീവിച്ചിരുന്നത് 81 ദിവസം മാത്രമാണ്. ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ വിട പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ആ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അത് കേൾപ്പിക്കാൻ വേണ്ടി റബീഅത്ത് ഇബ്നു ഉമയ്യ, ഇത്രയും ആളുകൾ കേൾക്കണമല്ലോ, അതിന് റബീഅത്ത് ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന സഹാബി ആ പ്രസംഗത്തെ ആവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്. പ്രവാചകന്റെ ആ ഓരോ വാക്കും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതാണ് ആ പ്രസംഗത്തിലാണ്. അപ്പോൾ ഇസ്ലാം മതം പൂർത്തീകരിച്ച് തന്നതാണ്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഒരു ജൂതനായ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വരികയാണ്. ഒരിക്കൽ വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ജൂതനായ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, ഉമർ, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ, ഇന്നക്കും തഖറഊന ആയത്തുൻ ഫീ കിതാബിക്കും ലൗ അലൈനാ മഅശറൽ യഹൂദ നസലത് ലത്തഖദ്നാ ദാലിക യൗമ ഈദാ ഖാല വഅയ്യു യൗം വഅയ്യു ആയ ഖാല ഖൗലുഹു അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, فقال عمر والله إني لأعلم اليوم الذي نزلت على رسول الله صلى الله عليه وسلم والساعة التي نزلت فيها على رسول الله صلى الله عليه وسلم والله الله نتنيان ستيم إني لأعلم اليوم الذي نزلت على رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് സമയത്താണ് ആ ആയത്ത് അവതരിപ്പിച്ചത് എന്നും എനിക്കറിയാം. ഈ യഹൂദി വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഉമറെ, ഈ ആയത്തെങ്ങാനും മഅശറൽ യഹൂദ്, യഹൂദ സമൂഹത്തിനാണ് ഈ ആയത്ത് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ഞങ്ങളതൊരു വലിയ ആഘോഷമാക്കി മാറ്റുമായിരുന്നു എന്നാണ്. ആ ഒരു ഈദാക്കി, ഒരു പെരുന്നാളാക്കി ഞങ്ങൾ മാറ്റുമായിരുന്നു. അത്ര പ്രാധാന്യം ഉള്ള ഒരായത്തായിട്ടാണ് യഹൂദിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലാഹി, എത്ര കൃത്യമായിട്ട് ആ ആയത്ത് പ്രവാചകൻ അവതരിപ്പിച്ചത് എന്നാണെന്നും ഏത് സമയത്താണെന്നും കൃത്യമായിട്ട് എനിക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വൈകുന്നേരം കഴിച്ചു കൂട്ടുന്ന ആ സമയത്താണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്ന ഫീ യൗമിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസവുമായിരുന്നു. അത് ഇതേപോലെ ഒത്തുവന്നിരിക്കുകയാണ്. നമുക്ക് അതേപോലെ ഒരു ദിവസം ഒത്തുവന്നിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസവും യൗമു അറഫയുമാണ്. ഈ യഹൂദി ഉദ്ദേശിച്ചത് പെരുന്നാളാണല്ലോ.
അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാളാക്കേണ്ട ദിവസം ഇല്ല, കാരണം ഞങ്ങൾക്ക് മുമ്പേ ഇത് പെരുന്നാളാണ്. ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെരുന്നാൾ ദിവസമാണ്. അതേപോലെ അറഫയും ഞങ്ങൾക്ക് പെരുന്നാൾ ദിവസമാണ്. അറഫ നമ്മൾ ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് തക്ബീർ തുടങ്ങി. സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ തക്ബീർ ആരംഭിച്ചു. സാധാരണ നമ്മൾ പെരുന്നാളിന് നമ്മൾ തക്ബീർ ചൊല്ലുമല്ലോ. ഇന്ന് ആരംഭിച്ചു, ഇന്നു മുതൽ തുടങ്ങി. നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് അത് ആഘോഷിക്കുന്നു. നമ്മുടെ പെരുന്നാൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ യൗമ അറഫയും അതേപോലെ യൗമുൻ നഹറും അയ്യാമു തശ്രീഖും എല്ലാം നമുക്ക് തിന്നാനും കുടിക്കാനും ഉള്ള പെരുന്നാൾ ആക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്ര പ്രാധാന്യമുള്ള ദിവസമാണ് ഈ യൗമ അറഫ. ഇസ്ലാം മതത്തെ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തന്ന ദിവസമാണ് ഈ യൗമു അറഫ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിനത്തിൽ ഖുർആന്റെ അവതരണം പൂർത്തിയായി. ഇതിനുശേഷം ഏതാനും ചില ആയത്തുകൾ മാത്രമേ അവതരിച്ചിട്ടുള്ളൂ. നിയമവിധികൾ ഉള്ള ഒരായത്തും അവതരിച്ചിട്ടില്ല. പുതിയ ഒരു വിധി പ്രസ്താവിക്കുന്ന ഒരു ആയത്ത് പോലും ഉണ്ടായിട്ടില്ല. 2-3 ആയത്തുകൾക്ക് ശേഷം അവസാനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആ ആയത്താണ് അവസാനമായിട്ട് അവതരിക്കുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ ഒരു അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നുള്ള കൽപ്പന. ആ ഏറ്റവും അവസാനമായി ഇറങ്ങിയ വിധികൾ, പിന്നീട് ഇറങ്ങാത്ത ഇസ്ലാം മതത്തെ പൂർത്തീകരിച്ചു തന്ന ഖുർആനിന്റെ അവതരണം പൂർണ്ണമാക്കി തന്ന ദിനം കൂടിയാണ് യൗമു അറഫ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണവും ഒക്കെ നമ്മൾ നിർവഹിക്കുക. കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളതെന്ന് മനസ്സിലാക്കി പരമാവധി അമലുകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നാളെയാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹിലായിരിക്കും, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. മഴയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറി നമസ്കരിക്കാവുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ നേരത്തെ തന്നെ ഈദ് മുസല്ലയിൽ എത്തിച്ചേരണം. സമയം നിശ്ചയിച്ചിട്ടുള്ളത് 7:30 രാവിലെ 7:30. ഇമാം ബുഖാരിയുടെ ഒരു അധ്യായം തന്നെ പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹിലേക്ക് നേരത്തെ പുറപ്പെടൽ എന്നൊരു അധ്യായം, ഒരു പേര് അങ്ങനെയാണ്, ഒരു അധ്യായത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് നേരത്തെ പുറപ്പെടൽ എന്നാണ്. അപ്പോൾ നേരത്തെ തന്നെ വീടുകളിൽ നിന്നും പുറപ്പെട്ടു വരിക, തക്ബീർ മുഴക്കുക. എല്ലാവർക്കും, സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെ തക്ബീർ ചൊല്ലാവുന്നതാണ്. ഈദ് മുസല്ലയിൽ സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർത്തവകാരികളായ പെണ്ണുങ്ങളെ, സ്ത്രീകളെ പോലും അതിൽ പങ്കെടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അവരെ ഇറക്കി അവരുടെ വീടുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നിട്ട് നിസ്കാരത്തിൽ നിന്ന് മാത്രം അവർ മാറി നിൽക്കട്ടെ എന്നാണ്, ബാക്കി എല്ലാത്തിലും അവർ പങ്കുചേരട്ടെ എന്നുള്ളതാണ്. അവിടെ എന്താണ് ഇസ്ലാം നൽകുന്ന ആ സ്വാതന്ത്ര്യമാണ്, സ്ത്രീകൾക്ക് നൽകുന്ന അവകാശമാണ്. അതിൽ ആ പുണ്യത്തിലൊക്കെ അവർക്കും കൂടി പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ്. അത് പള്ളിയിൽ വെച്ച് നടക്കില്ലല്ലോ. എന്താണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരം എപ്പോഴും പ്രവാചകൻ നിർവഹിച്ചിരുന്നത് മൈതാനിയിൽ വെച്ചായിരുന്നു എന്നാണ്. നബിയുടെ കയ്യിലൊരു വടി ഉണ്ടാവുമായിരുന്നു.
ആ വടിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ വടി എന്താ ഒരു നാട്ടക്കുറി പോലെ മുന്നിൽ കുത്തിവെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത് എന്ന്. പള്ളിയിൽ വന്ന അതിന് കുത്തിവെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വലിയൊരു പ്രബലമായ സുന്നത്താണ്. എന്താണ്, നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 7:30 നമ്മുടെ ഈ പള്ളിയുടെ ഈ മൈതാനത്ത് ഇവിടെ ഈ വെളിയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ എല്ലാവരും എത്തിച്ചേരണം, തക്ബീർ ചൊല്ലി വരിക. പിന്നെ ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറയുന്നത് ഭക്ഷണം അത് എന്താണ്, കഴിക്കാതെ വരലായിരുന്നു പ്രവാചകന്റെ ചര്യ എന്ന് പറയുന്നത്. ചെറിയ പെരുന്നാളിന് ഈദുൽ ഫിത്തറിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം കഴിച്ചിട്ടായിരുന്നു, കുറച്ച് ഈത്തപ്പഴമെങ്കിലും പ്രവാചകൻ കഴിച്ചിട്ടായിരുന്നു ഈദ്ഗാഹിലേക്ക് വന്നിരുന്നത്. എന്നാൽ ബലിപ്പെരുന്നാളിനോ പ്രവാചകൻ ഒന്നും കഴിക്കാതെയാണ് വന്നിരുന്നത്. എന്ന് മാത്രമല്ല, വളരെ നേരത്തെ തന്നെ പ്രവാചകൻ ബലിപ്പെരുന്നാൾ നമസ്കരിച്ചിരുന്നു എന്ന്. ബലിപ്പെരുന്നാൾ നേരത്തെയും ഈദുൽ ഫിത്തർ അല്പം വൈകിയുമാണ് പ്രവാചകൻ നിർവഹിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് നേരത്തെ ആ സമയം നിശ്ചയിച്ചത്? ഇത് കഴിഞ്ഞാൽ ഉടനെ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിച്ച് അതിൽ നിന്നും പിന്നെ കുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും പരവശനും ഫക്കീറിനും നിങ്ങൾ അതിൽ നിന്ന് നൽകുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്ന് ഖുർആനിന്റെ ആയത്തുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുമായിരുന്നു? അത് നേരത്തെ തന്നെ നമസ്കരിച്ച് ആ ഉരുവിനെ അറുത്തു അതിൽ നിന്ന് കുറച്ചെടുത്ത് കറിയും വെച്ചിട്ടായിരുന്നു പ്രവാചകൻ കഴിച്ചിരുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന മാതൃകയാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മളൊക്കെ നമ്മുടെ നാടുകളിലെ ഓരോ അവസ്ഥ വെച്ചിട്ട് നേരത്തെ തലേന്ന് തന്നെ ഇറച്ചിയൊക്കെ വേറെ മേടിച്ച് മറി വെച്ച് ഇതൊക്കെ എല്ലാം ശരിയായി വരുമ്പോൾ ഒരു വൈകുന്നേര സമയമൊക്കെ ആകും. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകത സുന്നത്ത് എന്ന് പറയുന്നത് വളരെ വേഗം നമസ്കരിച്ച് അറുത്ത് കറിയും വെച്ച് കഴിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൃത്യമായി പുണ്യങ്ങൾ നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പലസ്തീനികളായ സഹോദരങ്ങൾ വളരെ അധികം വിഷമത്തിലും പ്രയാസത്തിലുമാണ് അവരുടെ ഓരോ നിമിഷവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതു സമയവും എന്തും സംഭവിക്കാമെന്ന ഒരവസ്ഥയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആ ഒരു മുസീബത്തിൽ നിന്ന്, ആ ഒരു വലിയ പരീക്ഷണത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷയും അവർക്ക് ഒരു മോചനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും രോഗം കൊണ്ടും അതേപോലെ തന്നെ പലവിധ പ്രയാസത്തിലും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി, ശമനം നൽകി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് വേണ്ടി കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങളുടെ ഹജ്ജും ഉംറയും എല്ലാം അള്ളാഹു സ്വീകരിച്ച് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി സ്വീകരിച്ച് അവരെ സ്വർഗത്തിന് അർഹരാക്കുന്ന വിധത്തിൽ അള്ളാഹു അവരെ സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.